അസ്സലാമു അലൈക്കും. വീട്ടിലേക്ക് പോകുന്ന കാര്യമോർത്ത് രാവിലെ വല്ലാത്ത ഉത്സാഹമായിരുന്നു റസിയക്ക്. രാത്രി നിസാം സമ്മതിച്ച കാര്യം നബീസുമ്മയോട് അവൾ പറയുകയും ചെയ്തു. റസിയയും നബീസുമ്മയും പത്തിരിയും ബീഫ് കറിയും ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഓ, വീട്ടിലേക്ക് പോകാം, എന്തൊരു ഉഷാറാണ് എൻ്റെ മോൾക്ക്. ഞങ്ങളെന്നും ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലേ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാട്ടോ. എന്താ ഉമ്മ? രാത്രി തന്നെ രണ്ടാളും വരണം കേട്ടോ. നബീസുമ്മ അവളെ നോക്കി കള്ളദേശം നടിച്ചു. എൻ്റെ പൊന്നുമ്മച്ചിയെ, എനിക്കിഷ്ടമല്ല എന്ന് ആരാ പറഞ്ഞേ? എൻ്റെ പൊന്നുമ്മച്ചിന. എൻ്റെ പെറ്റുമ്മയോടുള്ള അതേ സ്നേഹം എനിക്ക് ഈ ഉമ്മച്ചിനോടുണ്ട്. ഉമ്മച്ചിനെ കാണാൻ ഞാൻ ഇങ്ങോട്ട് ഓടി വരും, പോരെ? റസിയ നബീസുമ്മയോട് കൊഞ്ചുന്നത് കേട്ടുകൊണ്ടാണ് ഹിഷാം അടുക്കളയിലേക്ക് വരുന്നത്. അവൻ അവരുടെ സംസാരം കേട്ട് വാതിൽക്കൽ തന്നെ നിന്നു. റസിയയും ഉമ്മയും തമ്മിലുള്ള അടുപ്പം കാണുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ എന്തിനെന്നറിയാത്തൊരു ദുഃഖം ഉണ്ടാവുന്നു. എന്താണ് ബാനും ഇവരെ കൂടെ ഒന്ന് കൂടുന്നത്? എൻ്റെ ഉമ്മാനോട് അവളൊന്ന് മര്യാദക്ക് സംസാരിച്ചിട്ട് പോലുമില്ല. ഹിഷാമിൻ്റെ നെഞ്ചിൽ ഒരു വേദന വന്നു. ആ മോനെ, ഈ ഇവിടെ വന്ന് നിൽപ്പുണ്ടായിരുന്നോ? ചായ വേണമെങ്കിൽ ചോദിച്ചൂടെ മോനെ? നബീസുമ്മ അവനെ കണ്ടതും ചിരിയോടെ പറഞ്ഞു. നബീസുമ്മ നൽകിയ ചായ കുടിച്ച് കപ്പ് തിരികെ വെച്ച റൂമിലേക്ക് നടന്നു. പുതപ്പിനിടയിൽ ചുരുണ്ടുകൂടി കിടന്നുറങ്ങുന്നവളെ കണ്ടതും ഹിഷാമിന് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. ബാനു, ബാനു, എണീച്ച് കുളിച്ച് നിസ്കരിച്ച്. അവൻ അവളുടെ ദേഹത്തിൽ നിന്ന് പുതപ്പ് വലിച്ചെടുത്ത്. കുറച്ചു നേരം കിടക്കട്ടെ ഹിഷാം. മിഴികൾ തുറന്ന് അവൾ കൊഞ്ചി. പറ്റില്ല, ഇതുവരെ ഈ ഉറങ്ങിയില്ലേ, ഇനി മതി. അവൻ പറഞ്ഞു. എൻ്റെ ചക്കരം മോനല്ലേ, ഇത്തിരി കൂടി ഞാൻ ഉറങ്ങട്ടെ. അവൾ എണീറ്റിരുന്ന് ഹിഷാമിൻ്റെ കവിളിൽ ഉമ്മ വെച്ചു. ദുഃഖം വിതുമ്പി നിൽക്കുന്ന ഹൃദയത്തിൽ ഒരു കുഞ്ഞു തണുപ്പ് വീണെങ്കിലും അവൻ ഗൗരവം വിട്ടില്ല. പറ്റില്ലെന്ന് പറഞ്ഞില്ല ബാനു. അവൻ പറഞ്ഞതും ബാനു അവനെ തള്ളി ബെഡിലേക്കിട്ട് അവൻ്റെ നെഞ്ചിൽ മുഖമമർത്തി ചുറ്റിപ്പിടിച്ച് കിടന്നു. എനിക്ക് കുറച്ചുകൂടി ഉറങ്ങണം നിഷാം. കുഞ്ഞു കുട്ടികളെ പോലെ ചുണ്ടുകൂർപ്പിച്ച് പറയുന്നവളെ കണ്ടതും അതുവരെ ഉണ്ടായിരുന്ന ദേഷ്യം മാറി അവന് വാത്സല്യം തോന്നി. അവൻ്റെ വിരലുകൾ പതിയെ അവളുടെ മുടിയിൽ തഴുകിക്കൊണ്ടിരുന്നു. ബാനു, നീ ഒരു കാര്യം മനസ്സിലാക്കണം കേട്ടോ. ഈ വീട്ടിലെ മരുമകളാണ്. എൻ്റെ ഉമ്മച്ചിനെ കാണുന്നത് എൻ്റെ ഉമ്മച്ചി നിന്നെ കാണുന്നത് സ്വന്തം മോളെ പോലെയാണ്. ആ സ്നേഹം എന്നും ഉണ്ടാവണമെങ്കിൽ ഈ എൻ്റെ ഉമ്മാനോടും പെങ്ങളോടൊക്കെ നല്ല നിലയിൽ പെരുമാറണം. സ്നേഹത്തിൻ്റെ ഭാഷയിൽ അവൻ അവളെ ഉപദേശിച്ചു കൊണ്ടേയിരുന്നു. ബാനുവിൻ്റെ മുഖം ഇരുണ്ടു തുടങ്ങി. എപ്പോഴും മുറിയിൽ അടച്ചിട്ടിരിക്കാതെ ഓരോടൊക്കെ സംസാരിക്കണം ബാനു. പിന്നെ കിച്ചണിൽ പോയി എന്തെങ്കിലും ചെറിയ ജോലിയൊക്കെ ചെയ്യണം. അവൻ പറഞ്ഞതും ദേഷ്യത്തോടെ അവൻ്റെ നെഞ്ചിൽ നിന്നും മുഖം ഉയർത്തിയവൾ. എനിക്കറിയാം നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന്. റസിയെ കണ്ട് പഠിക്കുക എന്നല്ലേ? എനിക്ക് കേൾക്കണ്ട നിങ്ങൾ റസിയ പുരാണം. ബാനു അലറി. പതുക്കെ പറ ബാനു, അവരെ കേൾക്കും. കേട്ടാൽ എനിക്കെന്താ പ്രശ്നം? എല്ലാവരും കേൾക്കട്ടെ. വന്ന് കയറിയത് മുതലാണ് തുടങ്ങിയതാ റസിയാന്ന്. നിങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിലേ അനിയനെ വിട്ടുകൊടുക്കാതെ നിങ്ങൾക്ക് ഓളോട് കെട്ടിക്കൂടായിരുന്നോ? ബാനു പറഞ്ഞു തീരും മുമ്പേ ഹിഷാമിൻ്റെ കൈ അവളുടെ കവിളിൽ പതിഞ്ഞിരുന്നു. ബാനുവിൻ്റെ മുഖം ചുവന്നു വിറച്ചു. കണ്ണുകളിൽ പക എരിഞ്ഞു. അവൾ അവനെ രൂക്ഷമായി നോക്കി. നീ എന്നെ തല്ലിയില്ലേ? അവനെ നോക്കി ചോദിക്കുമ്പോൾ അരിശം മൂത്ത് അവളുടെ കവിൾ വിറച്ചു. സോറി, ഞാൻ പെട്ടെന്ന് നിയന്ത്രണം വിട്ട്. ഈ അങ്ങനെ പറഞ്ഞപ്പോൾ നിയന്ത്രണം വിട്ട്. സോറി മോളെ. അവൻ പറഞ്ഞത് ശരിയായിരുന്നു. അവളെ വേദനിപ്പിക്കണമെന്ന് കരുതിയതല്ല. അവളുടെ വായിൽ നിന്ന് ഊർന്നു വീണ ആ വാക്ക് കേട്ടപ്പോൾ പെട്ടെന്ന് ചെയ്തു പോയതാണ്. അവളെ തല്ലിപ്പോയ നിമിഷത്തെ പഴിച്ചു ഹിഷാം. ഇതിനുള്ളതേ ഞാൻ തരുന്നുണ്ട്. അവൻ്റെ നേരെ വിരൽ ചൂണ്ടി പറഞ്ഞുകൊണ്ട് ബാനു അവിടെ നിന്നും എണീറ്റ് ബാത്റൂമിലേക്ക് പോയി. വേണ്ടായിരുന്നു. അപ്പത്തെ ദേഷ്യത്തിന് ചെയ്തു. അവളെ സ്വഭാവം എനിക്കറിയാലോ. നെറ്റിയിൽ കൈ താങ്ങി വെച്ച് ഹിഷാം ബെഡിലിരുന്നു. നിസാം ഒരുങ്ങി താഴേക്ക് വന്നതും റസിയ അവന് കഴിക്കാനുള്ളത് എടുത്ത് ഡൈനിങ് ടേബിളിന് മുകളിൽ കൊണ്ടുവച്ചു. ആ സമയത്ത് തന്നെയാണ് നിസാമിൻ്റെ ഉപ്പയും കഴിക്കാനിരുന്നത്. റസിയ അവർക്ക് 2 പേർക്കും വിളമ്പി. ഇനി മോള് പോയി റെഡി ആയിക്കോട്ടോ, ഉമ്മ വിളമ്പിക്കോളാം. ഉമ്മ റസിയോട് പറഞ്ഞതും റസിയ ചിരിയോടെ തലയനക്കി. റെഡിയാവാനോ? അതിന് ഓളെങ്ങോട്ടാ പോകുന്നത്? ഒന്നും അറിയാത്ത പോലെ നിസാം ചോദിക്കുന്നത് കേട്ട് സ്റ്റെയറിനടുത്തേക്ക് നടക്കുന്ന റസിയ പെട്ടെന്ന് നിന്നു. അവളുടെ മുഖത്തെ ചിരി കെട്ടു. അവൾ നിസാമിനെ മുഖം ചിരിച്ചു നോക്കി. കഴിക്കുന്നതിൽ മാത്രമാണ് അവൻ്റെ ശ്രദ്ധ. എന്താടാ ഈ പൊട്ടം കളിക്കുക? നിന്നോട് ഞാൻ പറഞ്ഞില്ലേ റസിയാൻ്റെ വീട്ടിൽ പോകുന്ന കാര്യം? റസിയ ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യം നബീസുമ്മയാണ് അവനോട് ചോദിച്ചത്.
മറുപടി കേൾക്കാനായി അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു റസിയ. ആ, ഇന്നെനിക്ക് തിരക്കുണ്ട്, പിന്നെ എപ്പോഴെങ്കിലും പോവാം. അവൻ നിസ്സാരമട്ടിൽ പറഞ്ഞതും റസിയയുടെ ഹൃദയത്തിൽ നിന്ന് എന്തോ ഒന്ന് അടർന്നു വീണിരുന്നു. ഇന്നലെ സമ്മതിച്ചതല്ലേ വീട്ടിൽ പോകാന്ന്, എന്നിട്ട് ഇപ്പോൾ എന്താ ഒരു മനം മാറ്റം? എന്നെ പറ്റിക്കുമായിരുന്നില്ലേ നിങ്ങൾക്ക് കാര്യം കാണാൻ വേണ്ടി? റസിയയുടെ കണ്ണു നിറഞ്ഞു. അത് നബീസുമ്മ കാണുകയും ചെയ്തു. പിന്നെ ഇന്നത്തെ തിരക്ക് എന്താണെങ്കിലും എൻ്റെ മോൻ അതങ്ങ് മാറ്റിവെച്ചോളെ കൂടെ പോ. അവസാന വാക്കെന്ന പോലെ നബീസുമ്മ പറഞ്ഞു. ഓഹ്, ഇതെന്ത് കഷ്ടം തന്നെയാണ്. ഒരു പെണ്ണ് കെട്ടിയപ്പോൾ മനുഷ്യൻ്റെ സൂര്യൻ മുഴുവനും പോയി. നിസാം കഴിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേറ്റ് ഒറ്റ എറിയൽ റസിയ പേടിയോടെ പിന്നോട്ട് മാറി. എണ്ണമെഴുക്കുള്ള ബീഫ് കറി ടൈലിലൂടെ പരന്നൊഴുകി. ഞാൻ ഒരു മനുഷ്യനാണ് അമ്മ. നിങ്ങൾ കാണിച്ചു തന്ന പെണ്ണിനെ അവളുടെ കുറവുകളെല്ലാം അറിഞ്ഞിട്ട് ഞാൻ വിവാഹം കഴിച്ചു. ഇനി അവൾ പറയുന്നത് അനുസരിച്ച് തുള്ളും വേണോ ഞാൻ? നിസാമിൻ്റെ മുഴക്കമുള്ള ശബ്ദം അവിടെ ഉയർന്നു. നിസാം വൈരാഗ്യത്തോടെ റസിയയെ നോക്കി. റസിയയുടെ കണ്ണുകൾ പുകഞ്ഞുപോയി. നെഞ്ചിനുള്ളിൽ സങ്കടം ഉരുണ്ടുകൂടാൻ തുടങ്ങി. നിസാമേ! ഉപ്പാൻ്റെ വിളിയിൽ നിസാം ഒന്ന് അടങ്ങി. അയാൾ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. ടാ, നിന്നോട് ഞാൻ പറഞ്ഞു തന്നേക്ക് ഇത്ര വേഗം മറന്നോ എന്ന ഭാവത്തിൽ ഒരു നോട്ടം. നിസാമിൻ്റെ മുഖം താന്നു. മോൾ പോയി റെഡി ആയിക്കോ, അവന് വരും. ഉപ്പ റസിയോട് പറയുന്നത് കേട്ട് നിസാമിൻ്റെ മുഖം ഉരുണ്ടു. വേണ്ട, ഇക്കാക്കാക്ക് ഇഷ്ടമില്ലെങ്കിൽ നിർബന്ധിക്കണ്ട ഉപ്പ. അത് പറയുമ്പോൾ അവളുടെ ശബ്ദമിടറി. വിതുമ്പുന്ന ചുണ്ടുകളെ കൂട്ടിപ്പിടിച്ചവൾ അടുക്കളയിലേക്ക് ഓടി. നബീസുമ്മ കൂടെ വരുന്നുണ്ടെന്ന് കണ്ടതും അടുക്കള തിണ്ണയിലേക്ക് ഇറങ്ങി നിന്നു റസിയ. പതിവ് പോലെ മോളുട്ടിക്ക് ടാറ്റ കൊടുത്ത് ഷോപ്പിലേക്ക് ഇറങ്ങുന്ന ഷിബിലിയുടെ നോട്ടം, നിറഞ്ഞൊഴുകുന്ന മിഴികൾ തട്ടത്തിൻ്റെ തുമ്പാൽ തുടക്കുന്നവളിലേക്ക് ആയിരുന്നു. എന്തിനോ അവൻ്റെ ഹൃദയമൊന്ന് വിങ്ങി. അവളിൽ നിന്ന് നോട്ടം മാറ്റാൻ കഴിയുന്നില്ല. അവളെ എന്തിനാവും കരഞ്ഞത്? കാരണം അറിയാൻ വെമ്പൽ കൊള്ളുന്ന ഹൃദയത്തോട് ദേഷ്യം തോന്നി അവന്. ആരോടോ ഉള്ള ദേഷ്യം തീർക്കും പോലെ ഷിബിലി കാറിലേക്ക് കയറി ഡോർ ശക്തമായി വലിച്ചടച്ചു. നിസാമേ, ഒന്നവിടെ നിന്നേ. ബാപ്പാൻ്റെ വിളി കേട്ടതും നിസാം നിന്നു. അംസ ഒന്ന് ചുറ്റിലും നോക്കി. അടുത്തൊന്നും ആരുമില്ലെന്ന് ഉറപ്പിച്ച് അയാൾ നിസാമിൻ്റെ അരികിലേക്ക് ഒന്നുകൂടെ നീങ്ങി നിന്നു. ഡാ, എൻ്റെ തലയിൽ കളിമണ്ണ പഹയ. അംസ അവനെ നോക്കി പല്ല് നെരിച്ചു. നിസാമിൻ്റെ മുഖം താഴ്ന്നു. നിന്നോട് ഞാൻ പറഞ്ഞതൊക്കെ ഈ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? ആ പെണ്ണിനെ എപ്പോഴേ കരയിപ്പിച്ച് മടുപ്പിച്ച പിന്നെ നമ്മുടെ കാര്യമൊക്കെ നടക്കുമോ? ഓ, അവളെ കാര്യം പറഞ്ഞു വന്നതാണോ? നിസാം നിസ്സാരഭാവത്തിൽ ചോദിച്ചു. എനിക്കെന്താ ഓളെ വീട്ടിലേക്ക് പോകുന്നതിന് കുഴപ്പം? എനിക്കൊന്നും വയ്യ ആ രണ്ടാം കെട്ടുകാരിയെ കെട്ടുക എന്നുള്ളച്ച് അവൾക്കൊപ്പം നടക്കാൻ. അവൻ്റെ അറപ്പവളാക്കുന്ന വാക്കുകൾ ഹംസയെ വീണ്ടും ചൊടിപ്പിച്ചു. പിന്നെ അവളെയും കൊണ്ട് ഹണിമൂണിന് പോകാനല്ല നിന്നോട് പറഞ്ഞത്. അവളെ കൂടെ ചെറുകുന്നത്തെ തറവാട്ടിലേക്ക് പോകണം നീ. അവരെ എല്ലാവരെയും ഇഷ്ടം പിടിച്ചു പറ്റണം. നിനക്ക് രക്ഷപ്പെടാൻ പഠിച്ചോൻ കാണിച്ചു തന്നൊരു വഴിയാ. വെറുതെ അത് കളഞ്ഞു കുളിക്കാതെ അറിഞ്ഞു ഉപയോഗിക്കാൻ നോക്ക് നിസാമേ. ഈർഷ്യയോടെ പറഞ്ഞുകൊണ്ട് ഹംസ തിരിഞ്ഞു നടന്നു. ബാപ്പ പോയിട്ടും അതേ നിൽപ്പ് തന്നെയാണ് നിസാം. ശരിയാണ് ബാപ്പ പറഞ്ഞത്, ഇന്ന് അവളെ വീട്ടിലേക്ക് പോകണം. എന്തോ തീരുമാനിപ്പിച്ച് ഉറപ്പിച്ച പോലെ നിസാം മുഷ്ടി ചുരുട്ടി ഭിത്തിയിൽ ഇടിച്ചു. പിന്നെ ഫോണെടുത്ത് ഷെറിനൊരു മെസ്സേജ് അയച്ചു. ഉമ്മ. നിസാം അടുക്കളയിലേക്ക് വന്നു. അവളോടെ ഒരുങ്ങാൻ പറ, ഇനിയിപ്പോൾ ഞാനായിട്ട് മുടക്ക് പറയുന്നില്ല. നബീസുമ്മ മകരെ വിശ്വാസം വരാതെ നോക്കി നിന്നു. ഓഹ്, ഈ ചെക്കൻ്റെ സ്വഭാവം ഓന്ത് പോലെയാണല്ലോ റബ്ബേ. കുറച്ച് മുന്നേ എന്തൊക്കെയോ ഓൻ കാണിച്ചു കൂട്ടിയത്. ഇത്ര പെട്ടെന്ന് ഓൻ്റെ കലി അടങ്ങിയോ? അതേയ്, വെറുതെ കൈയും വീശിയിട്ടില്ലട്ടെ നിസാമേ അങ്ങോട്ട് പോകേണ്ടത്. പിന്നെ നിസാം കണ്ണു മിഴിച്ച് ഉമ്മയെ നോക്കി. ആ വീട്ടിലുള്ളവർക്കൊക്കെ ഡ്രസ്സ് എടുക്കണം. പിന്നെ അവർക്ക് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് പോകണം. നബീസുമ്മ പുറകെ വന്ന് ഓർമ്മിപ്പിച്ചു. ഹാ, എന്ത് വേണമെങ്കിലും വാങ്ങാം. അതിനുള്ളതെല്ലാം ഞാൻ ഓലോട് പലിശ സഹിതം വാങ്ങിച്ചോളാം. അവൻ പിറുപിറുത്തു. ഛേ, ഈ വേഷം അണിഞ്ഞാണോ എൻ്റെ കൂടെ വരുന്നത്? ഇളം നീല നിറത്തിലുള്ള ഒരു ചുരിദാർ അണിഞ്ഞു നിൽക്കുന്ന റസിയയെ കണ്ടതും നിസാം ദേഷ്യത്തോടെ ചോദിച്ചു. റസിയ ഒന്നും മിണ്ടാതെ അവനെ നോക്കി. പിന്നെ അവൾ സ്വന്തം മേനയിലേക്കൊന്ന് നോക്കി. ഈ വേഷത്തിന് എന്തെങ്കിലും കുഴപ്പമുള്ളത് കൊണ്ടാണോ നിസാം അങ്ങനെ പറഞ്ഞത്? കുഴപ്പമൊന്നും കാണാതെ അവൾ തട്ടം നേരെ ഇട്ടുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. അവൻ്റെ കോപം ജ്വലിക്കുന്ന കണ്ണുകൾ കണ്ടതും അവളുടെ ദേഹമൊന്ന് വിറച്ചു. പിന്നെ നീ എൻ്റെ കൂടെ വരുമ്പോൾ മുഖം മറിച്ച് വന്നാൽ മതി. കാരണം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ പെണ്ണാണെന്ന് പറഞ്ഞ് നിന്നെ മറ്റുള്ളവരെ കാണിക്കാൻ എനിക്ക് കുറച്ചിലുണ്ട്. നിസാം പറയുന്നത് കേട്ട് റസിയ ഒന്ന് പുകഞ്ഞു പോയി. വേദന
നെഞ്ചിൽ എന്തോ ഒന്ന് കുത്തിയിറങ്ങുന്ന വേദന. നിറഞ്ഞു വരുന്ന മിഴികൾ അവൻ കാണും മുന്നേ തിരിഞ്ഞു നിന്നു അവൾ. മിഴികൾ ഇറക്കി അടിച്ചതും അനുവാദം കിട്ടിയതുപോലെ ഒരു തുള്ളി കണ്ണുനീർ നിലത്തേക്ക് വീണു. ഇതേ മാറിയിട്ട് പുറത്തേക്ക് വന്നാൽ മതി. അലമാര തുറന്നവൾ പർദ്ദയും നിക്കാബും എടുത്തണിഞ്ഞു. അല്ല, അയ്യേ, ഈ വേഷമണിഞ്ഞാണോ ഇത്ത വീട്ടിലേക്ക് വരുന്നു പോകുന്നത്? ലിബ അവളെ കണ്ടതും ചോദിച്ചു. റസിയ ഒന്നും മിണ്ടിയില്ല. ഈ വേഷത്തിന് എന്താണ് കുഴപ്പം? എൻ്റെ മോളെ ഏത് വേഷം അണിഞ്ഞാലും സുന്ദരി തന്നെയാണ്. നബീസുമ്മ അവളുടെ കൈ പിടിച്ചു. നിസാം അക്ഷമയോടെ അവളെ നോക്കുന്നത് കണ്ടതും ഉമ്മയോട് പറഞ്ഞ് പോയി വരാമെന്ന് പറഞ്ഞ് അവൾ ഇറങ്ങി. ഷിബിലിയുടെ ഷോപ്പിന് മുന്നിലെ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുപോയി കാർ ഒതുക്കി നിസാം. ഇറങ്ങ്. അവളോടുള്ള ദേഷ്യവും വെറുപ്പും മുഴുവനും ഉണ്ടായിരുന്നു അവൻ്റെ ശബ്ദത്തിൽ. അനുസരണയുള്ള കുട്ടിയെപ്പോലെ റസിയ അവൻ്റെ കൂടെ ഇറങ്ങി. എന്തിനാണ് ഇവിടേക്ക് വന്നതെന്ന് അവനോട് ചോദിക്കണമെന്നുണ്ട്. പക്ഷേ അവനോട് മിണ്ടാൻ പോലും ഭയമാണ്. നിസാമിനൊപ്പം അവൾ ഷോപ്പിൻ്റെ അകത്തേക്ക് വന്നു. ആ അളിയ. ഷിബിലിയെ കണ്ടതും നിസാം കൈ ഉയർത്തി കാണിച്ചു. ഷിബിലിയുടെ മുഖത്തും ചിരി. അവൻ്റെ പിറകിൽ വരുന്നവളിലേക്ക് മിഴികളെത്തിയതും ഷിബിലിയുടെ ചുണ്ടിലെ ചിരി പെട്ടെന്ന് മാഞ്ഞിരുന്നു. രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ കണ്ട കാഴ്ച ഇപ്പോഴും കണ്ണിൽ നിന്ന് മായുന്നില്ല. റസിയ കരഞ്ഞത് എന്തിനാവുമെന്ന് ഓർത്ത് അതുവരെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. ഒന്ന് മറന്നു വരുമ്പോഴേക്കും വീണ്ടും അവൾ തൻ്റെ കൺമുന്നിലേക്ക് വരുന്നു. അവന് ആരോടൊന്നില്ലാതെ ദേഷ്യം തോന്നി. ഷിബിലി, ഞങ്ങൾ റസിയാൻ്റെ വീട്ടിലേക്ക് പോവാ. അവിടെയുള്ളവർക്ക് ഡ്രസ്സ് എടുക്കാൻ വന്നതാണ്. നിസാം പറയുന്നത് കേട്ട് റസിയ അവനെ മുഖമുയർത്തി നോക്കി. തന്നെ ഇപ്പോഴും ഭാര്യയായി അംഗീകരിക്കാൻ മടിയുള്ളവനാണ് അവൻ. എന്തിനാണ് തൻ്റെ വീട്ടിലുള്ളവർക്ക് ഡ്രസ്സ് എടുക്കുന്നത്? ഇനി തന്നെ വേദനിപ്പിക്കാൻ അതിൻ്റെ കണക്കും അവൻ എടുത്തു പറയുമായിരിക്കും. റസിയയ്ക്ക് ഒട്ടും ദഹിച്ചില്ല. അതിൻ്റെയൊന്നും ആവശ്യമില്ല നിസാംക്ക. എവിടെ നിന്നോ കിട്ടിയ ധൈര്യത്തിൽ റസിയ പറഞ്ഞൊപ്പിച്ചു. നിസാമും ഷിബിലിയും ഒരുപോലെ അവളെ നോക്കി. എന്താ? അവൾ പറഞ്ഞത് മനസ്സിലാകാത്തതുപോലെ നിസാം ചോദിച്ചു. എൻ്റെ വീട്ടിലുള്ളവർക്ക് ഡ്രസ്സ് വാങ്ങിക്കൊന്നും വേണ്ടാന്ന്. അവൻ അടുത്തേക്ക് വന്നതും അവളുടെ ശബ്ദം പതിഞ്ഞു. പൊടുന്നിടനെ നിസാമിൻ്റെ കണ്ണുകളിൽ ദേഷ്യം നിറഞ്ഞു. അത് നീയാ തീരുമാനിക്കുന്നത്? നിസാമിൻ്റെ കൂർത്ത നോട്ടവും മൂർച്ചയുള്ള ചോദ്യവും ഷിബിലി എല്ലാം കേൾക്കുന്നുണ്ടല്ലോ എന്നോർത്തതും അവളാകെ വിളറിപ്പോയി. അവൾ ഷിബിലിയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ കണ്ടതും അവൻ്റെ നെഞ്ചൊന്ന് വലിഞ്ഞിരുന്നു. അവളുടെ നോട്ടത്തിൽ ഞാൻ ഇല്ലാതാവുന്നത് പോലെ. ഇനിയും അവളെ നോക്കിയാൽ താൻ നെഞ്ചുപൊട്ടി മരിക്കുമെന്ന് തോന്നി അവന്. അവൾക്കായി ഒരു വാടിയ ചിരി നൽകി അവൻ നോട്ടം തിരിച്ചുവിട്ടു. എന്ത് അർഹതയുണ്ട് എനിക്ക് അവളെ നോക്കാൻ? അവളുടെ നിറഞ്ഞ കണ്ണുകൾ കാണുമ്പോൾ നോവുന്ന തൻ്റെ ഹൃദയത്തെ അടക്കി നിർത്താൻ പാടുപെട്ടവൻ തൻ്റെ ജോലിയിൽ ശ്രദ്ധിച്ചു. എന്താണ്? ഞാൻ വാങ്ങിച്ച ഡ്രസ്സ് ചെറുകുന്ന തറവാട്ടിലുള്ളവർക്ക് ഒടുക്കാൻ കുറച്ചിലാവോ? നിസാം ദേഷ്യത്തോടെ ചോദിച്ചു. റസിയ ദയനീയമായി ഇല്ലെന്ന് തല അനക്കി. എങ്കിൽ പിന്നെ എന്നെ ഭരിക്കാൻ വരണ്ടാട്ടോ. ഞാനാണ് എൻ്റെ ഭർത്താവ്. ഞാൻ പറയുന്നത് എന്നും അനുസരിച്ചോണം. പോയി നിൻ്റെ വീട്ടിലുള്ളവർക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യടേ. നിസാം കൽപ്പിച്ചതും റസിയ വിതുമ്പുന്ന അതരങ്ങളെ കടിച്ചു പിടിച്ച് വിങ്ങലടക്കി മുന്നോട്ട് നടന്നു. ലതേച്ചി, ആ കുട്ടിക്ക് വേണ്ടതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കൂ. ഷിബിലി പറഞ്ഞതും അവിടെയുള്ള സ്റ്റാഫ് അവൾക്ക് ഒപ്പം പോയി. ഷിബിലിക്ക് നിസാമിനോട് വല്ലാതെ ദേഷ്യം തോന്നി. അവനെ നോക്കി നിൽക്കുമ്പോൾ തൻ്റെ നെഞ്ചിൽ നുരഞ്ഞു പൊന്നുന്ന വികാരം എന്തെന്ന് പോലും അവന് മനസ്സിലാവുന്നില്ല. റസിയെ വേദനിപ്പിച്ചതിന് അവൻ്റെ കഴുത്തി പിടിച്ച് ഞെരിക്കാൻ തോന്നുന്നു. ഡാ നിസാമേ, എന്തിനാണ് ആ പാവത്തിനെ ഇങ്ങനെ കരയിപ്പിക്കുന്നത്? അവൾ എൻ്റെ ഭാര്യയല്ലേ? നിങ്ങളെ വിവാഹം കഴിഞ്ഞിട്ട് ഒരാഴ്ച തികഞ്ഞില്ല. ഈ എപ്പോഴേക്കും വലിയ ഭർത്താവ് ചമയാ? ഷിബിലിയുടെ ഉള്ളിലുള്ള ദേഷ്യവും അമർഷവും വാക്കുകളായി പുറത്തേക്ക് വന്നു. ഭാര്യ പറയുമ്പോൾ പുച്ഛത്തോടെ നിസാമിൻ്റെ ചുണ്ടിൻ്റെ തെറ്റം കോടിയിരുന്നു. ഷിബിലിയുടെ നെറ്റി ചുളിഞ്ഞു. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾക്കിടയിൽ? ചോദിക്കുമ്പോൾ അവൻ്റെ മനസ്സറിയുന്ന കൂട്ടുകാരനായ ഷിബിലി. അവൾ തന്നെയാണ് എൻ്റെ പ്രശ്നം. നിസാമിൻ്റെ വാക്കുകളിൽ റസിയയോടുള്ള വെറുപ്പ് മുഴച്ചു നിന്നു. ഈ കാര്യം പറഞ്ഞ നിസാമേ, എന്താ പ്രശ്നം? ഷിബിലി അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ച് അവനെ അഭിമുഖമായി തിരിച്ചു നിർത്തി. നിസാം അവൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. എല്ലാം ഷിബിലിയോട് ഷെയർ ചെയ്യാറുണ്ട്. പക്ഷേ ഇക്കാര്യം അവൻ അറിഞ്ഞാൽ വേണ്ട, ആരും അറിയണ്ട. ഒരു രണ്ടാം കൂട്ടുകാരിയെ ചുമക്കേണ്ടി വന്ന എൻ്റെ ഗതികേട് കൂട്ടുകാർക്കിടയിൽ പാട്ടാവും. പിന്നെ എനിക്ക് തലയുയർത്തി നടക്കാൻ ഒക്കുമോ? അതുമാത്രമല്ല, താൻ റസിയെ ചതിക്കുകയാണെന്ന് ഷിബിലി അറിഞ്ഞാൽ അവൻ അതിന് സമ്മതിച്ചു തരില്ലെന്ന് ഉറപ്പാണ്. നിസാം ചിന്തിച്ചു. അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഷിബിലി.
അവൾ അവൾ എൻ്റെ സങ്കല്പത്തിനൊത്ത പെണ്ണൊന്നുമല്ല റസിയ. മുഖം കൊനിച്ചുകൊണ്ടവൻ പറഞ്ഞൊപ്പിച്ചു. എന്തിനോ ഷിബിലിയുടെ രക്തം തിളച്ചു. നിസാം റസിയയെ വേദനിപ്പിക്കുമ്പോൾ തനിക്കും വേദനിക്കുന്നു. അവനോട് ദേഷ്യം തോന്നുന്നു. നീ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് വല്ല ബോധമുണ്ടോ നിസാമ? എനിക്ക് വിവാഹത്തിന് മുമ്പ് ഈ റസിയെ കണ്ടതല്ലേ? ഓളോട് സംസാരിച്ചില്ലേ? നിനക്ക് ഇഷ്ടമല്ലായിരുന്നെങ്കിൽ അന്ന് എന്നെ പറഞ്ഞുകൂടായിരുന്നോ? എല്ലാം കഴിഞ്ഞിട്ടാണോ നീ? ഷിബിലി അവൻ്റെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഇന്ന് അവൾ നിൻ്റെ ഭാര്യയാണ് നിസാമേ. നിന്നെ വിശ്വസിച്ചല്ലേ അവളെ നിൻ്റെ കയ്യിലേൽപ്പിച്ചത്? മഹറനിൻ്റെ പുരുഷൻ തന്നെ അംഗീകരിക്കുന്നുണ്ട് എന്നൊരു അറിവ് മാത്രം മതി ഒരു പെണ്ണിനെ അന്തസ്സോടെ അവൻ്റെ കൂടെ ജീവിക്കാൻ. ചേർത്ത് പിടിക്കുന്നതിന് പകരം നീ അവൾക്ക് വേദനയാണോ നൽകുന്നത് നിസാമേ? ഛേ, ഇത്ര ക്രൂര മനസ്സാണോ എനിക്ക്? തൻ്റെ മുന്നിൽ കലിപ്പുണ്ട് നിൽക്കുന്നവനെ നിസാം മിഴിച്ചു നോക്കി. ഷിബിലിയുടെ കണ്ണുകളിൽ കനലെരിയുന്നത് അവനെ കാണാം. അതിന് എന്തിനാണ് അത്ര ചൂടാവുന്നത്? പ്രശ്നം ഞങ്ങൾക്കിടയിലല്ലേ? നിസാം ചോദിച്ചതും ഷിബിലിയുടെ മുഖം വിളറി. അവൻ നിസാമിൻ്റെ കോളറിലെ പിടി അയച്ചു. ശരിയാണ്, അവൻ്റെ ജീവിതത്തിൽ കയറി അഭിപ്രായം പറയാൻ തനിക്കെന്ത് അർഹതയാണുള്ളത്? അത് പിന്നെ ഒരു പെൺകുട്ടിൻ്റെ ജീവിതം ഈട്ട് തട്ടിക്കളിക്കാണെന്ന് അറിയുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കണോ? തൻ്റെ ഉള്ളിൽ അവളോട് തോന്നിയ ഇഷ്ടം നിസാം എങ്ങാനും കണ്ടുപിടിക്കുമോ എന്നോർത്തതും പതർച്ചയോടെ പറഞ്ഞുകൊണ്ട് ഷിബിലി കർച്ചീഫ് കൊണ്ട് മുഖത്തെ വിയർപ്പൊപ്പി. ഇത് ആരോടും പറയണ്ട കേട്ടോ ഷിബിലി. ഞങ്ങൾക്കിടയിലെ പ്രശ്നം ഞങ്ങൾ പറഞ്ഞു തീർത്തോളാം, നിസാം പറഞ്ഞു. പിന്നെ അവൻ റസിയയുടെ അടുത്തേക്ക് നടന്നു. നീ എന്ത് നോക്കി നിൽക്കുക റസിയ? ഇതുവരെ എടുത്തില്ലേ? നിസാമിൻ്റെ ശബ്ദം കേട്ടതും റസിയ വെപ്രാളത്തോടെ തിരിഞ്ഞു. അവൻ അക്ഷമയോടെ വാച്ചിലേക്ക് നോക്കുന്നത് കണ്ടതും അവളുടെ ഉടലാകെ ഒന്ന് വിറച്ചു. റസിയ വില കുറഞ്ഞ ഡ്രസ്സാണ് സെലക്ട് ചെയ്ത് വെച്ചത്. അത് കണ്ടതും നിസാമിന് ദേഷ്യം വന്നു. നീ എന്നെ മാനം കെടുത്താൻ നോക്കി നിൽക്കാണോ ഡി? പല്ലുറുമിക്കൊണ്ടവൻ അവളെ നോക്കി. ഇതൊന്നും വേണ്ട, നീ അങ്ങോട്ട് നിൽക്കേ, ഞാൻ എടുത്തോളാം. അവളുടെ കൈ പിടിച്ച് വലിച്ച് പുറകിലേക്ക് നിർത്തി. നിസാമിൻ്റെ പ്രവൃത്തി കണ്ട് ലത അലിവോടെ റസിയയെ നോക്കി. റസിയ വേദനിച്ച കയ്യിൽ ഒഴിഞ്ഞുകൊണ്ട് ചുറ്റിലും നോക്കി. കരിമശുപിരളാത്ത അവളുടെ നനഞ്ഞ മിഴികൾ തൻ്റെ നേർക്ക് വരുന്നതറിഞ്ഞിട്ടും അവളെ നോക്കി നിന്ന ഷിബിലി വേഗം നോട്ടം തിരിച്ചുവിട്ടു. എന്തോ അവളുടെ നിറഞ്ഞ മിഴികൾ കാണുമ്പോൾ തൻ്റെ ചങ്ക് പിടയുന്നുണ്ട്. നിസാമിൻ്റെ കവളിൽ ഒന്ന് പൊട്ടിക്കാൻ കൈ ധരിക്കുന്നുണ്ട്. പക്ഷേ ആർക്ക് വേണ്ടി? എന്തിനു വേണ്ടി? റസിയ അവൻ്റെ ഭാര്യയാണ്. അവളെ അവൻ ശാസിക്കുകയോ സ്നേഹിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. അതിന് നീ എന്തിനാണ് മനസ്സെ ഇത്ര വേദനിക്കുന്നത്? ഷിബിലി സ്വയം ചോദിച്ചു. ഡ്രസ്സ് എടുത്ത് നിസാമും റസിയയും പോയിട്ടും ഷിബിലിയുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. റസിയ രാവിലെ കരഞ്ഞതും നിസാം ദ്രോഹിച്ചതുകൊണ്ടാവുമെന്ന് ഊഹിച്ചിരുന്നു. ചെറുകുന്നത്ത് തറവാടിന് മുന്നിലുള്ള വിശാലമായ മുറ്റത്ത് നിസാമിൻ്റെ കാറ് വന്ന് നിർത്തി. സഫിയ, ഓര് വന്നിട്ടോ? ഓർക്ക് കുടിക്കാനുള്ളത് എടുത്തോ? കാറിൽ നിന്ന് ഇറങ്ങി വരുന്നവരെ നോക്കി നജീബ് അകത്തേക്ക് വിളിച്ചു പറഞ്ഞു. മുഖത്ത് ഒട്ടിച്ചു വെച്ചൊരു ചിരിയോടെ റസിയ ഉപ്പയോടും മെളാപ്പ കാസിമിനോടും സലാം പറഞ്ഞ് അകത്തേക്ക് കയറി. നിസാം തൻ്റെ ഉപ്പയോട് വിനയത്തോടെ സംസാരിക്കുന്നത് റസിയ കാണുന്നുണ്ടായിരുന്നു. ഹോ, എന്തൊരു അഭിനയം! ഇയാൾക്ക് എത്ര മുഖമാണ്! അവൾ അവനെ ആശ്ചര്യത്തോടെ നോക്കി. ആ ഉപ്പ, അസ്സലാമു അലൈക്കും. ഇത് ഞാൻ ഉപ്പാക്ക് വേണ്ടി വാങ്ങിച്ച ഡ്രസ്സാണ് കേട്ടോ. ഇത് എളാപ്പാക്കുള്ളത്. എല്ലാവർക്കും ഉണ്ട്. ഇഷ്ടമായില്ലെങ്കിൽ നമുക്ക് മാറ്റി വാങ്ങിക്കാം. ബില്ല് അതിലുണ്ട്. നിസാം കൊണ്ടുവന്ന ഡ്രസ്സ് ഓരോന്നും അവരെ ഏൽപ്പിച്ചു. മരുമകൻ്റെ സ്നേഹം കണ്ട് നജീബും സഫിയയും മുഖത്തോട് മുഖം നോക്കി ചിരിച്ചു. നമ്മുടെ മോളെ ഭാഗ്യം. ഉമ്മ ഉപ്പാനോട് അടക്കം പറയുന്നത് കേട്ടതും റസിയയുടെ ചുണ്ടിൻ്റെ കോണിൽ പുച്ഛം വരുന്നിരുന്നു. ഭാഗ്യം, ബാപ്പ വലിയ വില കൊടുത്ത് മോൾക്ക് വാങ്ങിത്തന്ന സൗഭാഗ്യം. ഇത്താ, ഇങ്ങോട്ട് വന്നേ, ഞാൻ ചോദിക്കട്ടെ. മുഫീദ കയ്യിൽ പിടിച്ച് വലിച്ചതും റസിയ ആദ്യം ഒന്ന് നെട്ടിയെങ്കിലും പിന്നെ ചുണ്ടിലേക്കൊരു ചിരി വരുത്തി. മുഫീദ അവളെയും വലിച്ച് റൂമിലേക്ക് വന്നു. അവൾ ബെഡിലേക്കിരുന്നു. റസിയ ഭിത്തിയിൽ ചാരി നിന്നതേയുള്ളൂ. ഇനി പറയിത്ത, എന്തൊക്കെയാ പുതിയ വീട്ടിൽ വിശേഷം? എൻ്റെ താക്ക് അവിടെ സുഖല്ലേ? എന്തൊരു സന്തോഷത്തോടെയാണ് മുഫീദ തൻ്റെ വിശേഷങ്ങൾ തിരക്കുന്നത്. അവളോട് തൻ്റെ അവസ്ഥ എങ്ങനെ പറയും? നിസാം തന്നെ വേദനിപ്പിക്കുന്ന കാര്യം, അവൻ തന്നെ അവഗണിക്കുന്ന കാര്യം എങ്ങനെ പറയും? റസിയ, നിസാം വീട്ടിൽ ആദ്യമായിട്ട് വന്നതല്ലേ, എന്നിട്ട് അവൻ്റെ കൂടെ നിൽക്കാതെ ഈ ഇവിടെ നിന്ന് ഇവളോട് കഥ പറഞ്ഞിരിക്കുക? സഫിയ അവിടെ വന്ന് റസിയെ രൂക്ഷമായി ഒന്ന് നോക്കി. റസിയയുടെ മുഖം കുനിഞ്ഞു. ഇതൊക്കെ എന്ന് പഠിക്കുക റസിയ? അവൻ്റെ കൂടെ നിൽക്കേണ്ട പകരം ഈ അകത്ത് കയറി അടയിരിക്കുക. ആ ചെറുക്കൻ എന്ത് വിചാരിക്കും? നിൻ്റെ സ്വഭാവം കൊണ്ടാണ് മൻസൂർ നിന്നെ മൊഴി ചൊല്ലിയത്. ഇനിയെങ്കിലും എല്ലാം കണ്ടും കേട്ടൊക്കെ അറിഞ്ഞു ചെയ്തില്ലെങ്കിലേ നിസാമു നിന്നെ വിട്ടുപോകും. ഞാൻ പറഞ്ഞേക്കാം.
റസിയ ഉമ്മയെ മനസ്സിലാക്കാതെ നോക്കി. ഉമ്മാക്ക് ഞാനിങ്ങോട്ട് വന്നത് ഇഷ്ടമായിട്ടില്ലേ? ഞാൻ വന്നതിൻ്റെ സന്തോഷം ഒരു തരിമ്പ് പോലും ഉമ്മാൻ്റെ മുഖത്തില്ല. റസിയയുടെ ഹൃദയത്തിൽ ഏതോ ഒരു കോണിൽ രക്തം പിടിഞ്ഞു. അവളുടെ മിഴികൾ നിറയാൻ വെമ്പി. സഫിയയും ഖാസിമിൻ്റെ ഭാര്യ അഫ്സത്തും കഴിക്കാനുള്ള ഭക്ഷണമെല്ലാം ടേബിളിൽ നിരത്തി വെച്ചു. നിസാമിൻ്റെ കൂടെ റസിയയുടെ ഉപ്പയും എളാപ്പയും ഒക്കെ കഴിക്കാനിരിങ്ങി. തെളിച്ചമില്ലാത്തൊരു മുഖത്തോടെ റസിയ അവരെ നോക്കി. മനസ്സിനുള്ളിൽ ഒരു ഇരുണ്ട കാർമേഘം മൂടിക്കെട്ടി നിൽപ്പാണ്. അതൊന്ന് പെയ്തൊഴിയാതെ ഈ നീറ്റൽ അടങ്ങുകയില്ല. അതിന് തൻ്റെ സങ്കടങ്ങൾ ആരോട് പറയും? ആരാണ് കേൾക്കാനുള്ളത്? നീ ഇരിക്കുന്നില്ലേ റസി? നിസാം സ്നേഹത്തോടെ അവളെ വിളിച്ചതും റസിയ ചിന്തയിൽ നിന്ന് ഉണർന്നു. ഓഹ്, എന്തൊരു സ്നേഹം! തൻ്റെ പേര് പോലും വിളിക്കാത്ത ഭർത്താവ്. അവൻ്റെ കാബടി നിറഞ്ഞ അഭിനയം നോക്കി നിന്നവൾ. റസിയ അവനെ മിഴിച്ചു നോക്കുന്നത് കണ്ട് അഫ്സത്ത് സഫിയയുടെ കയ്യിലൊന്ന് തട്ടി. കണ്ടില്ലേ ഇത്ത, ആ പെണ്ണിപ്പോഴും ഏതോ ലോകത്തിലാണ്. ഓളുള്ളിൽ എപ്പോഴും ആ മൻസൂർ തന്നെ തോന്നുന്നത്. ഓളെ ഈ പ്രശ്നം മാറ്റിയില്ലെങ്കിലേ സ്വഭാവം മാറ്റിയില്ലെങ്കിൽ ആകെ പ്രശ്നം കേട്ടോ. അഫ്സത്ത് പറഞ്ഞതും സഫിയ റസിയെ രൂക്ഷമായെന്ന് നോക്കി. ശരിയാണ്, ഇത്രയും നല്ലൊരു മാലിന്യ കിട്ടിയിട്ടും റസിയയുടെ മുഖത്തിനൊരു തെളിച്ചവും ഇല്ല. അവളിപ്പോഴും പഴയതൊക്കെ ഓർത്ത് ജീവിക്കുകയാണെന്ന് തോന്നും. മകളെ നോക്കി നിൽക്കുമ്പോൾ സഫിയയുടെ മുഖം ദേഷ്യം കൊണ്ട് മുറുകി. വാ, ഇവിടെ ഇരിക്കും മോളെ, എൻ്റെ കൂടെ വന്ന് കഴിക്കേ. നിസാം അവളെ വീണ്ടും സ്നേഹത്തോടെ വിളിച്ചു. അവൻ്റെ തേനലിക്കുന്ന സ്വരം കേട്ട് ഉപ്പയുടെ മുഖത്തെ പൂനിലാവ് ഉദിച്ചിട്ടുണ്ട്. അവൾ അവനെ വിശ്വാസം വരാതെ എന്ന് നോക്കി. ഈ സ്നേഹത്തിൽ ഒരു ഇത്തിരി പോലും സത്യമില്ലെന്ന് അവൾക്കല്ലേ അറിയൂ. മോൻ വിളിച്ചത് കേട്ടില്ലേ റസിയ? പോയി അവൻ്റെ കൂടെ ഇരിക്കേ. പറയുന്നതിനോടൊപ്പം അവളുടെ കൈത്തണ്ടയിൽ അമർത്തി നുള്ളിയിരുന്നു സഫിയ. റസിയ അടുത്ത് വന്നിരുന്നതും നിസാം ഒരു പ്ലേറ്റ് വെച്ച് അവൾക്ക് വിളമ്പി. റസിയ അവനെ മനസ്സിലാവാതെ നോക്കി. മോള് കഴിക്ക്. നിസാമിൻ്റെ വാത്സല്യം നിറഞ്ഞ ശബ്ദം കേട്ടതും അവൾ അവനിൽ നിന്ന് നോട്ടം തിരിച്ച് കഴിച്ചു തുടങ്ങി. കണ്ടോ ഇത്ത നിസാമിൻ്റെ സ്നേഹം? അഫ്സലിൻ്റെ അടക്കം പറച്ചിലിൽ സഫിയയുടെ മനമൊന്ന് കുളിർത്തെങ്കിലും റസിയയുടെ മുഖം കാണുമ്പോൾ ആ നെഞ്ച് പിടക്കുന്നുണ്ട്. മരുമകൻ്റെ സ്നേഹം കണ്ട് റസിയയുടെ വീട്ടുകാരുടെ മനസ്സ് നിറഞ്ഞു. അവനെ സൽക്കരിക്കുന്നതിനിടയിൽ അവൻ കാരണം വേദനിക്കുന്ന റസിയയുടെ കണ്ണീര് അവരാരും ശ്രദ്ധിച്ചില്ല. ഭക്ഷണം കഴിച്ച് മുഫീദയുടെ കൂടെ ഇരിക്കാൻ പോയ റസിയെ സഫിയ പിടിച്ചു നിർത്തി. അല്ല, എന്താണ് റസിയ എൻ്റെ ഉദ്ദേശം? എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ചോദിക്കാട്ടോ. ഈ നിസാമോ ഇപ്പോഴും അടുത്തിട്ടില്ലേ? ഇവിടെ നിന്ന് ഇത്ര നേരാട്ടോ ഈ ഒന്ന് സംസാരിക്കുന്നതോ ഓനോടൊന്ന് ചിരിക്കുന്നതോ ഞാൻ കണ്ടിട്ടില്ലല്ലോ. എന്തൊരു സ്നേഹമാണ് അവന് എന്നോട്. എന്നിട്ടും എന്താ ഇങ്ങനെ? എനിക്ക് പറ്റുന്നില്ലമ്മ. അയാൾക്ക് എന്നെ ഇഷ്ടമല്ല. എല്ലാം അയാൾ അഭിനയമാണ്. ഒരു രണ്ടാം കെട്ടുകാരിയായ എന്നോട് അയാൾക്ക് വെറുപ്പാണ്. റസിയയുടെ ചുണ്ടുകൾ വിതുമ്പി വിറച്ചു. നീ എന്ത് തമാശ പറയാണോ പെണ്ണേ? അവനല്ല, നിനക്കാ പ്രശ്നം. നല്ല അടി കിട്ടാത്ത കേടാണ്. ഇതുപോലൊരു ബന്ധം കിട്ടിയതിൽ സന്തോഷിക്കുന്ന പകരം തങ്കം പോലത്തെ സ്വഭാവമുള്ള ചെറുക്കനെ കുറ്റം പറയേ? റസിയുടെ തോളിൽ അടിച്ചുകൊണ്ട് സഫിയ ചോദിച്ചു. ഉമ്മയുടെ വാക്കുകൾ ഈർച്ചവാളായി ഹൃദയഭിത്തി തുളച്ചിറങ്ങുമ്പോൾ തൻ്റെ മനസ്സിൻ്റെ വിങ്ങൽ എങ്ങനെ ഉമ്മയെ പറഞ്ഞ് മനസ്സിലാക്കുമെന്നറിയാതെ നിസ്സഹായതയോടെ നിന്ന് പോയി റസിയ. സത്യമാണ് ഉമ്മ ഞാൻ പറഞ്ഞത്. എന്നിഷ്ടമില്ലാത്ത ഒരാളെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കും? നിസാംക്ക് അടുത്ത് വരുന്നത് തന്നെ എനിക്ക് പേടിയാണ്. അയാൾ എന്നെ ഉപദ്രവിക്കുമ്മ, വേദനിപ്പിക്കും. എനിക്ക് പേടിയാണ്. ഇങ്ങോട്ട് വരുമ്പോൾ പോലും നിസാംക്ക് എന്നോട് ഒരുപാട് ദേഷ്യപ്പെട്ടു. ആൾക്കാരെ മുന്നിൽ വെച്ച് എന്നെ വഴക്കും പറഞ്ഞു. എനിക്ക് സഹിക്കാൻ കഴിയൂലമ്മ. മുഖം പൊട്ടിക്കരഞ്ഞു റസിയ. അവളെ നോക്കി നിൽക്കുമ്പോൾ ആ മാതാവിൻ്റെ കണ്ണുകളിൽ അഗ്നി തിളച്ചു മറിഞ്ഞു. ഇതൊക്കെ ഒരു കാരണമാണോ റസിയ? ഇതൊക്കെ ഒരു ലോകത്ത് സാധാരണ നടക്കുന്നതല്ലേ? ഈ ഒരു പെണ്ണാണ്. പെണ്ണുങ്ങൾ എപ്പോഴും ആണുങ്ങളെ അനുസരിച്ച് ജീവിക്കേണ്ടവരല്ലേ? ഈ കണ്ടിട്ടില്ലേ എൻ്റെ ബാപ്പയെ ഞാൻ അനുസരിക്കണത്? ആ മനുഷ്യൻ എന്നോട് ദേഷ്യപ്പെടുമ്പോൾ പെട്ടിയും കിടക്കുകയും എടുത്ത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോവാറുണ്ടോ? കണ്ണുനീരിലും റസിയ ഉമ്മയെ നോക്കി. തൻ്റെ ദുഃഖം കേൾക്കുമ്പോൾ തന്നെ ഒന്ന് ആശ്വസിക്കുമെന്നോ സമാധാന വാക്ക് പറഞ്ഞ് തലോടുമെന്നോ കരുതിയ പെറ്റുമ്മ പോലും തന്നെ മനസ്സിലാക്കുന്നില്ല. റസിയയുടെ ഹൃദയം മുറിഞ്ഞ് രക്തം കിനിഞ്ഞു തുടങ്ങി. അത്രയും നോവ്. ആണുങ്ങളായാൽ ദേഷ്യപ്പെടുകയും അടയ്ക്കുകയും ഒക്കെ ചെയ്യും. അതൊക്കെ സ്ത്രീകളെ ക്ഷമിക്കേണ്ടി വരും. കെട്ടിയ പുരുഷനെ സ്നേഹിച്ച് തഞ്ചത്തിൽ മാറ്റിയെടുക്കാനാണ് ഒരു പെണ്ണിൻ്റെ മിടുക്ക്. അല്ലാതെ എന്തെങ്കിലും ഉണ്ടായ കരഞ്ഞ് കണ്ണൂരിലൊപ്പിച്ച് ഇങ്ങോട്ട് ഓടി വരികയല്ല. ഈ ബന്ധമൊന്നും കളഞ്ഞു കുളിച്ച് ഇങ്ങോട്ട് ഓടി വരാമെന്ന് വല്ല പൂതിയുണ്ടെങ്കിലേ അത് നടക്കൂല റസിയ, ഒരിക്കലും നടക്കൂല. അങ്ങനെ ഈ ഓടി വരുമ്പോൾ
നിന്നെ കാത്തിരിക്കുന്നത് ഈ ഉമ്മാൻ്റെ മയ്യത്താവും, ഓർത്തോ നീ. റസിയയുടെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞു. എന്തൊക്കെയാണ് ഈ ഉമ്മ വിളിച്ചു പറയുന്നത്? എന്നെ മനസ്സിലാക്കുന്നതിന് പകരം അല്ലാഹ് എന്നെ കുറ്റപ്പെടുത്തുകയാണല്ലോ ഉമ്മ. റസിയ തളർച്ചയോടെ ഭിത്തിയിലേക്ക് ചാരി. പിന്നെ ഈ മാത്രമല്ല കേട്ടാ, ഞങ്ങൾക്കൊരു പെൺകുട്ടി കൂടിയുണ്ട്. അവളെ കൈപ്പിടിച്ച് കൊടുക്കാനേ ഈ ഒരു തടസ്സമാവരുത്. നിന്നെ പെറ്റു വളർത്തിയതിനുള്ള ശിക്ഷ ഇനിയും നീ ഞങ്ങൾക്ക് തരരുത്. അവളുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് അപേക്ഷിക്കുമ്പോൾ സഫിയയുടെ കണ്ണും നിറഞ്ഞിരുന്നു. റസിയ ഉമ്മയെ നോക്കി വിറങ്ങലിച്ചു നിന്നു. ഈ ഉമ്മ എന്താ ഇങ്ങനെയൊക്കെ? ഇല്ല ഉമ്മ, ഞാൻ വരില്ല. എൻ്റെ അനിത്യയുടെ ജീവിതത്തിൻ്റെ ഒരു വിലങ്ങുതടിയായി നിങ്ങൾക്കൊക്കെ മാനക്കേട് ഉണ്ടാക്കി റസിയ ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരില്ല. എന്ത് തന്നെ അനുഭവിക്കേണ്ടി വന്നാലും ഞാൻ പിടിച്ചു നിന്നോളാം. ഞാൻ ഒരിക്കലും കണ്ണീരൊലിപ്പിച്ച് ഇങ്ങോട്ട് കയറി വരില്ല. ഉമ്മയുടെ കണ്ണിലേക്ക് നോക്കി അവൾ ഉറച്ചൊരു തീരുമാനം എടുത്തിരുന്നു. ഇനി എന്ന് വരും മിത്ത? മുഫീദ റസിയയെ കെട്ടിപ്പിടിച്ചു. റസിയ അവളുടെ ഇരു കവിളിലും അമർത്തിമുത്തി. നിങ്ങൾക്ക് നാളെ പോയാൽ പോരെ മോളെ? ഇറങ്ങാൻ നേരം റസിയയുടെ തലയിൽ ഒന്ന് തലോടിക്കൊണ്ട് ഉപ്പ ചോദിച്ചു. റസിയ ഉപ്പയെ മുഖമുയർത്തി നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അതെങ്ങനെ? വിവാഹം കഴിഞ്ഞിട്ട് 4 ദിവസമല്ലായുള്ളൂ. ഓലെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും. ഇപ്പോൾ നിൽക്കേണ്ടത് ഭർത്താവിൻ്റെ വീട്ടിലല്ലേ? ഇവിടെ വന്ന് പിന്നേക്ക് നിൽക്കാവാലോ. റസിയ ഉപ്പയോട് എന്തെങ്കിലും വിളിച്ചു പറയുമോ എന്ന് ഭയം കൊണ്ടാവും സഫിയ ഇടയിൽ കയറി പറഞ്ഞത്. ബാപ്പയുടെ നെഞ്ചിലൊന്ന് മുഖം അമർത്തിയവൾ പിന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞ് നിസാമിൻ്റെ പുറകെ കാറിനടുത്തേക്ക് നടന്നു. അവരെ യാത്രയാക്കാൻ ചെറുകുന്നത് തറവാട്ടിലുള്ളവരെല്ലാം ഉമ്മറത്തേക്ക് വന്നു. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും കമൻറ്റ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.